ചക്കി അമ്മയുടെ ഈ നിഷ്കളങ്ക പുഞ്ചിരി വോട്ട് പിടിക്കാനുള്ള പൊള്ളയായ ചിരിയല്ല, ജന്മന ഇങ്ങനെയാണ്. ലഘുലേഖ കയ്യിലേന്തി വീടാന്തരം നടന്ന വോട്ട് അഭ്യർത്ഥിക്കുന്ന ഈ അമ്മയെ കണ്ടാൽ പ്രചാരണത്തിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണെന്ന് തോന്നും. ആലിപ്പറമ്പ് പഞ്ചായത്ത് 21-ാം വാർഡിൽ നിന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തനിക്ക് പറ്റുന്ന സഹായം ചെയ്യും, ഇതാണ് വാഗ്ദാനം. ആൾക്കാരോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇനി അഭ്യർത്ഥന നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കാൻ പോവുകയാണ്. എൻ്റെ ചിഹ്നം മൊബൈല്. പ്രചാരണമൊന്നും തിരക്കടില്ല, ആൾക്കാരൊക്കെ സന്തോഷമാണ്. കഴിഞ്ഞ തവണയും മത്സരിച്ചിരുന്നു, കിട്ടിയത് 62 വോട്ട്. അന്ന് ചിഹ്നം മെഴുകുതിരി. ഇത്തവണ ചക്കിയമ്മ മൊബൈൽ ഫോൺ ചിഹ്നം തന്നെ വേണമെന്ന് വാശി പിടിച്ചു. ഒടുവിൽ നറുക്കെടുപ്പിലൂടെ കിട്ടി. അതിനും കാരണമുണ്ട്. കളിയാക്കി. അത് മെഴുകുതിരി എടുത്ത വേഗത്തിൽ നടന്നാ കെടുന്നും, ഒരു കാറ്റടിച്ചാ കെടുന്നും, അങ്ങനെ ജീവിതം കെടുമെന്ന് പറഞ്ഞപ്പോൾ മൊബൈല് എടുത്താൽ മറ്റുള്ളവർക്കും കൂടി അത് ഒരു ഉപകാരമാവുമല്ലോ. ആദ്യം തന്നെ കടലാസിൽ എഴുതി വെച്ചു. ഞാൻ എഴുതിയത് മതി സാറേ എന്ന് പറഞ്ഞ് കൂക്കി അർത്തു. അപ്പോൾ നറുക്കിട്ടെടുക്കണം പറഞ്ഞു. അപ്പോൾ നറുക്കിട്ടെടുത്തപ്പോൾ കിട്ടി. ദിവസം തോറും ചെറിയ ജോലികൾ, ഒപ്പം ബന്ധുക്കളും നാട്ടുകാരും നൽകുന്ന സഹായവും. ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. പെൻഷൻ തുകയും റേഷനുമാണ് ആശ്വാസം. എന്നാലും തെരഞ്ഞെടുപ്പിന് തയ്യാറാകാൻ ചക്കിയമ്മ കഴിഞ്ഞ മാസങ്ങളായി വലിയൊരു തീരുമാനമെടുത്തു. പെൻഷൻ തുകയിൽ നിന്ന് 100 രൂപ വീതം മാറ്റിവെച്ചു, മത്സരിക്കുമ്പോൾ കെട്ടിവെക്കാൻ. റേഷൻ പിടിയെന്ന് 30 കിലോ അരി കിട്ടും ഫ്രീ ആയിട്ട്. പിന്നെ എന്തെങ്കിലും പെൻഷൻ കിട്ടുമല്ലോ. അതിന്നിങ്ങനെ ഇസ്കി വോട്ട് വരണുണ്ട് എന്ന് ആലോചിച്ചാ ഇസ്കി എടുത്തേക്കും. പിന്നെ അതേ മെമ്പർ സീറ്റ് അടയ്ക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. സ്വന്തം ചുറ്റുപാടുകളെ പറ്റി തികച്ചും വ്യക്തമായ രാഷ്ട്രീയ ബോധ്യമുള്ള സ്ത്രീയാണ് ചക്കിയമ്മ. ഈ മുസ്ലിമിനെ പാകിസ്ഥാനിലേക്ക് വിടാൻ പാടില്ല. അയത്തവിടെ ജനിച്ചു വളർന്നവരല്ലേ. ഉപകാരം മാത്രമേ ഉള്ളൂ. ഈ അങ്ങാടിപ്പുറത്ത് ശിവക്ഷേത്രത്തിന്റെ വാതിൽ കത്തിയന്ന് അവിടെ തല്ലും വെടിയും ഉണ്ടാവേണ്ടതാ. പക്ഷെ തങ്ങൾ അന്ന് അദ്ദേഹം വന്ന് വാതിൽ വെച്ച് കൊടുത്തു. അത്ര നല്ല മനുഷ്യന്മാരാ. എന്നിട്ട് ഈ മുസ്ലിമിനെ എന്തിനാ വിടണത്? പാവപ്പെട്ടവന് കൂടി ഉള്ളതാണ് ഈ ജനാധിപത്യ അവകാശവും മത്സരവും എന്നുള്ളതാണ് ചക്കിയമ്മയുടെ വാദം. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24.